ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026 വരാനിരിക്കുന്ന മുഴുവൻ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഹാജാസ് ക്ലാസ്സസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന മാസ്റ്റർ ക്ലാസിന്റെ ഒരു 8ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 7 പാർട്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഒരു PSC പരീക്ഷ എഴുതുമ്പോൾ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു PSC പരീക്ഷ എഴുതാൻ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളെയാണ് നമ്മൾ കോർ ടോപ്പിക് അല്ലെങ്കിൽ കോർ സബ്ജക്റ്റ് എന്ന് പറയുക. അത്തരത്തിലൊരു കോർ ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ. ആ പീരിയോഡിക് ടേബിളിന്റെ ഒരു പാർട്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ പ്രയാസപ്പെടേണ്ട, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെയും വ്യക്തമായി കേൾക്കണം, ക്ലാസ്സിനെ വിലയിരുത്തണം. ഇത്തരത്തിലൊരു ക്ലാസ് യൂട്യൂബിലുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. അതിനുശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് നാളിതുവരെ PSC ചോദിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിളിലെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമ്മളിത് പറയുകയാണ്. അപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് കാര്യങ്ങളിലേക്ക് വരാം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയാണ്. ഹെൻറി മോസ്ലി എന്ന് പറയുന്ന വ്യക്തിയെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ് അറിയപ്പെടുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് പീരിയോഡിക് ടേബിള് ദിമിത്രി മെൻഡലീവ് ആണ് എന്ന്. ദിമിത്രി മെൻഡലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് അറിയപ്പെടുന്നത് അത് ഹെൻറി മോസ്ലി ആണ്. 1869 ശ്രദ്ധിക്കണം, 1869 ദിമിത്രി മെൻഡലീവ് ലോകത്തിൽ ആദ്യമായി ഒരു പീരിയോഡിക് ടേബിളിനെ സമ്മാനിക്കുന്നത്. റഷ്യക്കാരനാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ദിമിത്രി മെൻഡലീവ്. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ പുറത്തിറക്കുന്നത് 1869 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പീരിയോഡിക് ടേബിളിനെ പിൻപറ്റിക്കൊണ്ട് ആദ്യകാലത്തെ പീരിയോഡിക് ടേബിൾ, മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകത അറ്റോമിക മാസിനെ അടിസ്ഥാനപ്പെടുത്തി മൂലകങ്ങളെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ആയിരുന്നു. എന്നാൽ അതിനു പകരം 1912-13 കാലഘട്ടങ്ങളിൽ 1913 കാലഘട്ടങ്ങളിലാണ് അതിന്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന പേരിൽ ഹെൻറി മോസ്ലി പുറത്തു കൊണ്ടുവരുന്നത്. ഇംഗ്ലീഷുകാരനായ ഹെൻറി മോസ്ലി പുറത്തു കൊണ്ടുവരുന്നത് 1913. 1913 ഹെൻറി മോസ്ലി പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുന്ന സമയത്ത് ന്യൂക്ലിയസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയവയെ കുറിച്ചുള്ള കൃത്യമായ പഠനം നടന്ന് അവ കണ്ടെത്തിയ ഒരു കാലഘട്ടം, ആ ഒരു മോഡേൺ കാലഘട്ടത്തിലാണ് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത്. മൂലകങ്ങളെ ക്രമീകരിക്കാൻ അടിസ്ഥാന തത്വമായി എടുക്കേണ്ടത് അറ്റോമിക സംഖ്യയാണ്, അറ്റോമിക മാസ് അല്ല എന്ന് പറഞ്ഞതും ഈ പറയുന്ന ഹെൻറി മോസ്ലിയാണ്. അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ ഇതിനകത്ത് ക്രമീകരിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. ദിമിത്രി മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചതെങ്കിൽ അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ് ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെന്റുകളെ ക്രമീകരിച്ചത്. പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയം, എന്താണ് ഈ അറ്റോമിക നമ്പർ? ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത്, ഒരു ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ. അപ്പോ മോഡേൺ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആകാൻ കാരണം ഹൈഡ്രജന്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, അറ്റോമിക നമ്പർ 1 മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിളിലെ 2ാമത്തെ മൂലകം ഹീലിയം ആവാൻ കാരണം അതിന്റെ പ്രോട്ടോണിന്റെ എണ്ണം 2. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകളുടെ എണ്ണം 2. ക്ലിയർ ആവുന്നുണ്ടോ? വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ
നമ്മൾ രണ്ട് പേരുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ ക്ലിയറായി പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് സാറ് വരുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന രീതിയിലാണ് ക്ലാസ്. ധൈര്യമായി നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇത് പറയാം, ഇതിനൊരു ക്ലാസ് ഉണ്ട്, ബെസ്റ്റ് ആണെന്ന് പറയാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇതിന്റെ ലിങ്ക് സ്റ്റാറ്റസ് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലേക്ക് ഇതിനെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. കാരണം നമുക്ക് പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചു വരണം. ഓക്കെ, അപ്പോ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അതിനകത്തൊരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തെ വിളിക്കുന്ന പേരാണ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് മോഡേൺ പീരിയോഡിക് ലോ. The physical and chemical properties of elements are the periodic repetition of their atomic number എന്ന്. ഇതിനെയാണ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്, പ്രപ്പോസ്ഡ് ബൈ ഹെൻറി മോസ്ലി. ഇനി നമുക്ക് എന്താണ് ഈ പീരിയോഡിക് ലോ എന്താണെന്നുള്ളത് തൽക്കാലം അറിഞ്ഞിരിക്കുക. എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഇവിടെ പറയാം. അതായത് അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് നമ്മൾ ഇവിടെ എലമെന്റുകൾ എഴുതുന്നത്. ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, അറ്റോമിക് നമ്പർ കൂടുന്ന ആ ഒരു രീതിയിലാണ് എഴുതുന്നത്. അറ്റോമിക് നമ്പർ കൂടുന്ന രീതിയിൽ എലമെന്റുകളെ ഇടത്ത് നിന്ന് വലത്തോട്ടേക്ക് ക്രമീകരിക്കുമ്പോൾ ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റുകളെല്ലാം ഒരു ഗ്രൂപ്പിൽ വരും. അത്രേ ഉള്ളൂ. നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ട് അറ്റോമിക് നമ്പർ കൂടുന്ന ക്രമത്തിൽ എലമെന്റുകളെ ക്രമീകരിക്കുമ്പോൾ ഒരേപോലെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ് എല്ലാം ഒരേ ഗ്രൂപ്പിൽ വരും. ഇതിനെയാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് ടേബിളിനകത്ത് 118 എലമെന്റ്സ് ഉണ്ട്. ആദ്യത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണ്, രണ്ടാമത്തെ എലമെന്റ് ഹീലിയം ആണ്, മൂന്നാമത്തെ എലമെന്റ് ലിഥിയം ആണ്. ആദ്യത്തെ 30 എലമെന്റുകളുടെ പേരുകൾ നമ്മൾ പഠിക്കണം. അത് നമുക്ക് പിന്നീട് പഠിക്കാം. 118 എലമെന്റുകളുണ്ട്. ആദ്യത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണ് എന്നത് ഓർത്തു വയ്ക്കണം. ഇതിനകത്ത് 18 ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇങ്ങനെയാണ് ഗ്രൂപ്പുകൾ. 1, 2, 3, 4, 5 ഇങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ 7 പീരീഡുകളുണ്ട് കേട്ടോ. പീരീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കണം, ഇങ്ങനെ നോക്കണം. ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് ആണ് പീരീഡ്. അങ്ങനെ 7 പീരീഡ് ഉണ്ട്. ഇതാണ് 7ാമത്തെ പീരീഡ് കേട്ടോ. 2 ഗ്രൂപ്പുകൾ, രണ്ട് സെറ്റ് ഓഫ് എലമെന്റ് താഴെ ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന എലമെന്റുകൾ ലാന്തനോയിഡുകളെന്നും ഇതിനെ ആക്ടിനോയിഡുകളെന്നും അറിയപ്പെടും. ഇതൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത്രത്തോളം പീരിയോഡിക് ടേബിൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്നും അല്ല നമ്മൾ. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പഠിക്കാം. ഇനി ഹെൻറി മോസ്ലി അറ്റോമിക സംഖ്യ കണ്ടെത്തിയതാര് എന്നൊരു ചോദ്യം അഥവാ PSC ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായി ഹെൻറി മോസ്ലിയുടെ പേര് എഴുതാം. കാരണം മോസ്ലി എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഓരോ മൂലകങ്ങൾക്കും അറ്റോമിക നമ്പർ നൽകുന്നത്. അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള മുകളിൽ നിന്ന് താഴോട്ടുള്ള ക്രമീകരണങ്ങളെ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് എന്നാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിലും ഗ്രൂപ്പും പീരീഡും നമ്മൾ പറഞ്ഞു. ഇനി ഇടത്തു നിന്ന് വലത്തോട്ടുള്ള അറേഞ്ച്മെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് പീരീഡുകൾ എന്നാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് 18 ഗ്രൂപ്പുകളെ നമുക്ക് കാണാം, 7 പീരീഡുകളെയും കാണാം. ഓക്കെ, അപ്പോ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള ക്രമീകരണമാണ് ഗ്രൂപ്പുകൾ, ഇടത്തു നിന്ന് വലത്തോട്ടുള്ള ക്രമീകരണങ്ങളാണ് പീരീഡുകൾ. ക്ലിയർ ആണ്, നന്നായിട്ട് പഠിക്കണം. അറ്റോമിക നമ്പർ പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച പരീക്ഷണങ്ങളാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്. ഇനി മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾ ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകളെ അറിയപ്പെടുന്ന പേര് ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ആൽക്കലി ലോഹങ്ങൾ ആരെല്ലാമാണ്? 1 ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. അപ്പൊ ചില കുട്ടികൾക്ക് സംശയം വരും, സാറേ ഈ ലിഥിയത്തിന്റെ മുകളിൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഒന്നാമത്തെ ഗ്രൂപ്പിലല്ലേ? അല്ല, ഹൈഡ്രജന് ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നതാണ് ശരി. ഹൈഡ്രജന് ഒന്നാമത്തെ ഗ്രൂപ്പിലെ ചില എലമെന്റുകളുമായി പ്രോപ്പർട്ടീസിൽ സാമ്യതയുണ്ട്. അതേപോലെ
17ാമത്തെ ഗ്രൂപ്പിലെ ഹാലജനുമായിട്ടും പ്രോപ്പർട്ടീസിൽ സാമ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജനെ കൃത്യമായ ഒരു സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോഡേൺ പീരിയോഡിക് ടേബിളിൽ 1ാമത്തെ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ ഇല്ല പിള്ളേരെ, ഇല്ല. 1ാമത്തെ ഗ്രൂപ്പിൽ ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, ഫ്രാൻഷ്യം ഉണ്ട്. ഇത്രയും എലമെന്റുകളാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ 1ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളെ ആൽക്കലി ലോഹങ്ങൾ എന്നും 2ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ബെരിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഒരു കാരണവശാൽ നിങ്ങൾ അവിടെ ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കരുത്. അത്രയും പൊട്ടന്മാരല്ല നമ്മൾ. 2-3 തവണ വായിക്കുമ്പോഴത്തേക്ക് നമുക്കത് സെറ്റ് ആവും. അപ്പോ ബെരിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇത്രയും എലമെന്റുകളെ നമ്മൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുക. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ്, എല്ലാവരുടെയും കെമിക്കൽ പ്രോപ്പർട്ടി ഒരുപോലെ വന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരേപോലെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യത്തിലെല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ടാണ് ഇവരുടെ എല്ലാം രാസഗുണങ്ങൾ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ വന്നത്. 2ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ വന്നത് കൊണ്ടാണ് ഒരേ ഗ്രൂപ്പിലുള്ളവർ ഒരേപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കാൻ കാരണം. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ സാദൃശ്യം കാണിക്കുന്നത് എന്ത് ഗുണങ്ങളിലാണ്? രാസഗുണങ്ങളിലാണ്, കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അല്ല, കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് അവർ സിമിലാരിറ്റി കാണിക്കുന്നത്. ഇനി 1ാമത്തെ ഗ്രൂപ്പ് 2ാമത്തെ ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് പറയും? 1ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഇപ്പം സോഡിയം എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. 2, 8, 1. കണ്ടോ? അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ 1ാമത്തെ ഗ്രൂപ്പിലല്ലേ സോഡിയം വന്നിരിക്കുന്നേ. ലിഥിയം നോക്കാം. അറ്റോമിക് നമ്പർ 3 ആണ്. 2, 1. അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ 1 ആണ്. 1ാമത്തെ ഗ്രൂപ്പിലല്ലേ ലിഥിയം വന്നിട്ടുള്ളത്. അപ്പോ 1ാമത്തെയും 2ാമത്തെയും ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് സ്റ്റേറ്റ്മെന്റ് കാണും. ശരിയാണ്, പഠിച്ചോണം. ക്ലിയർ ആണ്. ഇനി പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെയും എലമെന്റുകളെ ചേർത്ത് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ്, 13 മുതൽ 18 വരെ വരുന്ന ഗ്രൂപ്പിലെ എലമെന്റുകളെ ചേർത്ത് നമ്മൾ ഒരു പേര് പറയും, പ്രാതിനിധ്യ മൂലകങ്ങൾ. +1 ടെസ്റ്റിൽ പറയുന്നത് 18ാമത്തെ ഗ്രൂപ്പ് ഇല്ലെന്നാണ്. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, അത് ഓർമ്മിച്ച് വെച്ചിരിക്കണം. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുക. റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ദ എലമെന്റ്സ് ബിലോങ് ടു എസ് ബ്ലോക്ക്, അതായത് 1ാമത്തെയും 2ാമത്തെയും ആൻഡ് ദ എലമെന്റ്സ് ഫ്രം 13 to 18 ആർ കളക്റ്റീവ്ലി കോൾഡ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഓക്കെ, ആധുനിക പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 18 ഗ്രൂപ്പ് ഉണ്ട്. കുത്തനെയുള്ള കോളങ്ങൾ, ഇത് 18 ഗ്രൂപ്പ് ഉണ്ട് ഇവിടം വരെ. ഓക്കെ, ഇനി ഒരു മൂലകത്തിന്റെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പരും ഒരേ സംഖ്യ ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു മൂലകത്തിന്റെ ഷെല്ലുകളുടെ എണ്ണം, ഇലക്ട്രോണുകളെ ക്രമീകരിക്കാനാണ് ഷെല്ലുള്ളത്. ആ ഷെല്ലുകളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും അതിന്റെ പീരീഡ് നമ്പർ. ഫോർ എക്സാമ്പിൾ സോഡിയം എടുക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 11 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 11 ആണ്. 1ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 2. 2ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 8. 3ാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 1. ഇവിടെ എത്ര ഷെല്ല് ഉപയോഗിച്ചു? KLM, 3 ഷെല്ലാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് 3ാമത്തെ പീരീഡിലെ എലമെന്റ് ആണ്. അതായത് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകൾ വെക്കാൻ എത്ര ഷെല്ലുകൾ വേണമോ അതാണ് അതിന്റെ പീരീഡ്, ആ എലമെന്റിന്റെ പീരീഡ്. ഇപ്പൊ ഉദാഹരണത്തിന് പൊട്ടാസ്യത്തിന് 19 അറ്റോമിക് നമ്പർ. അതില് ഇലക്ട്രോണുകൾ വെക്കാൻ 2, 8, 8, 1 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ 4 ഷെല്ലുകളിലായിട്ടാണ് പൊട്ടാസ്യത്തിന്റെ 10 ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ പീരീഡ് നമ്പർ 4 ആണ്. പീരീഡ് നമ്പർ 4 ആണ്. ക്ലിയർ ആണ്?
ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ട്, വ്യക്തതയുണ്ട്. ഓക്കെ, ആധുനിക പീരിയോഡിക് ടേബിളിൽ എത്ര പീരീഡ് ഉണ്ട് പിള്ളേരെ? പീരീഡുകളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ പറയണം ദാ ഇവിടെ 1 2 3 4 5 6 7 പീരീഡ് ഉണ്ട്. അപ്പൊ ചില കുട്ടികൾ പറയും ദാ ഇവിടെ 2 കൂടെ ചേർത്ത് 9. അല്ല, അവര് ലാന്തനോയിഡുകൾ 6ാമത്തെ പീരീഡിലും ആക്ടിനോയിഡുകൾ 7ാമത്തെ പീരീഡിലും ദാ ഇവിടെയാണ് അവരുടെ സ്ഥാനം. അങ്ങനെ വരുമ്പോൾ 7 പീരീഡുകളുണ്ട്. ക്ലിയർ ആണ്? 7ാമത്തെ പീരീഡിലെ എലമെന്റുകളിൽ എത്ര ഷെല്ല് കാണും? 7 ഷെല്ല് കാണും. അപ്പൊ ഒരു ആറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണമാണ് അതിന്റെ പീരീഡ് നമ്പർ. ക്ലിയർ അല്ലേ? ഓക്കെ, ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതായിരിക്കും? 1ാമത്തെ പീരീഡ്. 1ാമത്തെ പീരീഡിൽ 2 എലമെന്റേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനും ഹീലിയവും മാത്രമേ 1ാമത്തെ പീരീഡിലുള്ളൂ. പീരീഡ് ഇങ്ങനെ നോക്കണ്ടേ? 2ാമത്തെ പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്. 2ാമത്തെ പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്. 3ാമത്തെ പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്. ആ എലമെന്റുകളുടെ എണ്ണം നമുക്ക് നോക്കാം. ഇനി വേറൊരു കാര്യം ഓർമ്മിക്കേണ്ടത്, പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. മുകളിൽ നിന്ന്, അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? അതായത് രാസബന്ധനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും, സഹസംയോജക ബന്ധനത്തിൽ, കൊവാലന്റ് ബോണ്ടിൽ. എന്നിട്ട് പരസ്പരം സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തതിന് ശേഷം ആ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകളെ തന്റെ ന്യൂക്ലിയസിലേക്ക് വലിക്കാൻ ഒരു ആറ്റം ശ്രമിക്കും. അങ്ങനെ ഒരു കഴിവ് അതിനുണ്ട്. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ആ പീരിയോഡിക് ടേബിളിലെ മുഴുവൻ എലമെന്റുകൾക്കും ആ കഴിവുണ്ട്. ആ കഴിവ് ഏറ്റവും കൂടിയ എലമെന്റ് ആണ് ഫ്ലൂറിൻ. കണ്ടോ, ഫ്ലൂറിൻ 17ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് ആണ് ഫ്ലൂറിൻ. പീരിയോഡിക് ടേബിളിൽ എല്ലാ എലമെന്റുകൾക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി പീരിയോഡിക് ടേബിളിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും എന്ന് പഠിക്കണം ഗ്രൂപ്പിൽ. ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും പീരീഡിൽ. ഇത് രണ്ടും പഠിക്കണം. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട്. ഇനി പീരീഡുകൾ, ഓരോ പീരീഡിലെയും എലമെന്റുകളുടെ എണ്ണം. 1ാമത്തെ പീരീഡിൽ 2 എലമെന്റേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. 2ാമത്തെ പീരീഡിൽ 8 എലമെന്റ് ഉണ്ട്. 3ാമത്തേൽ 8 ഉണ്ട്. 4ാമത്തേൽ 18 ഉണ്ട്. 5ാമത്തേൽ 18 ഉണ്ട്. 6ാമത്തേൽ 32 ഉണ്ട്. 7ാമത്തേതിൽ 32 ഉണ്ട്. അപ്പോ ഓരോ പീരീഡിലെയും എലമെന്റുകളുടെ എണ്ണം വ്യക്തമായി പഠിക്കണം. പീരിയോഡിക് ടേബിളിൽ നിന്ന് എല്ലാ പോയിന്റും ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങോ ഒബ്ജക്റ്റീവ് ടൈപ്പോ എന്ത് ചോദിച്ചാലും പീരിയോഡിക് ടേബിളിന്റെ നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോകണം. അത്ര തന്നെ. നിലവിൽ പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റുകൾ, പ്രകൃതിദത്തം നാച്ചുറൽ 92, ഏറ്റവും ഭാരം കൂടിയ നാച്ചുറൽ എലമെന്റ് യുറേനിയം, അറ്റോമിക് നമ്പർ 92. ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം. എന്നാൽ ഇതാണ് പീരിയോഡിക് ടേബിളിന്റെ പക്കയായിട്ടുള്ള ചിത്രം. ഇതിൽ യുറേനിയത്തിന്റെ സ്ഥാനം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. യുറേനിയം അറ്റോമിക് നമ്പർ 92 ആണ്. അറ്റോമിക് നമ്പർ 92 ആണ് യുറേനിയം. ഇവിടെ ഉണ്ട്, ഇതാണ് യുറേനിയം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കണം. ഒരു പ്രത്യേക എലമെന്റ് ആണ്. അതേപോലെ ഈ 57 മുതൽ 71 വരെ 57ാമത്തെ എലമെന്റ് ലന്താനവും 71ാമത്തെ എലമെന്റ് ലുറ്റീറ്റിയവുമാണ്. അതുപോലെ 89 മുതൽ 103 വരെ 89 ആക്ടിനിയവും 103 ലൗറൻഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. ഇതൊക്കെ നോക്കി വെക്കണം. ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പീരിയോഡിക് ടേബിളിന്റെ നല്ലൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഈ പീരിയോഡിക് ടേബിൾ പ്രസിദ്ധീകരിക്കുന്നത് 1913 എന്നതും കൂടി ഒന്ന് ഓർത്തു വെക്കണം. മോഡേൺ പീരിയോഡിക് ടേബിളിനകത്ത് നാച്ചുറലി കാണപ്പെടാത്ത മനുഷ്യനിർമ്മിതമായ എലമെന്റുകളുണ്ട്. മനുഷ്യനിർമ്മിത എലമെന്റുകളിൽ ആദ്യത്തെ മനുഷ്യനിർമ്മിത എലമെന്റ് ടെക്നീഷ്യമാണ്. അറ്റോമിക് നമ്പർ 43. ടെക്നീഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യമാണ്. ടെക്നീഷ്യത്തിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഇതാണ് ടെക്നീഷ്യം. അറ്റോമിക് നമ്പർ 43, ഫസ്റ്റ് മാൻമേഡ്, ആദ്യത്തെ മനുഷ്യനിർമ്മിത മൂലകം എന്ന് പറയുന്നത് ടെക്നീഷ്യമാണ്. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ മനുഷ്യനിർമ്മിത മൂലകം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. അത് ഇവിടെയുണ്ട്, പ്രൊമിത്തിയം. പ്രൊമിത്തിയം. ആദ്യത്തേത് ഏതാണെന്ന് ചോദിച്ചാൽ 43 ആണ് ടെക്നീഷ്യം എന്ന് പറയണം. രണ്ടാമത്തെ ചോദിക്കുകയാണെങ്കിൽ പ്രൊമിത്തിയം എന്ന് പറയണം. പീരിയോഡിക് ടേബിളിൽ 93 മുതൽ തുടങ്ങുന്ന എലമെന്റുകളെല്ലാം തന്നെ
മനുഷ്യനിർമ്മിത മൂലകങ്ങളാണ്. അതുകൊണ്ടാണ് രണ്ട് എലമെന്റുകളുടെ പേര് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പഠിക്കുന്നത്, ടെക്നീഷ്യവും അതേപോലെ അറ്റോമിക് നമ്പർ 61 പ്രൊമിത്യം. മറ്റേ ടെക്നീഷ്യം 43. ഇനി പീരിയോഡിക് ടേബിളിൽ പ്രധാനമായും രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ള എലമെന്റുകളാണ്. ഒന്ന് മെറ്റലും, രണ്ട് നോൺ മെറ്റലും. മെറ്റലും നോൺ മെറ്റലും. മെറ്റലും നോൺ മെറ്റലും ശ്രദ്ധിക്കണം. മെറ്റലുകളുടെയും നോൺ മെറ്റലുകളുടെയും സ്വഭാവങ്ങൾ കാണിക്കുന്ന എലമെന്റുകൾ പീരിയോഡിക് ടേബിളിനകത്തുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡുകൾ എന്ന് പറയും. മെറ്റലോയിഡുകൾ എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ സ്വഭാവവും കാണിക്കും, നോൺ മെറ്റലിന്റെ സ്വഭാവവും കാണിക്കും. ഇനി വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്തുണ്ട്. ഏഷ്യയിൽ നിന്ന് കണ്ടെത്തിയ ഒരു മൂലകം, ആദ്യ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം നിഹോണിയം. നിഹോണിയം 2004 കണ്ടെത്തിയെന്നാണ്. 2016 ഇതിനെക്കുറിച്ച് പ്രസിദ്ധീകരിക്കുന്നു, ഇതിനെ ഉൾപ്പെടുത്തുന്നു എന്നാണ്. ജപ്പാനിലാണ്. ജപ്പാനിലെ ഗവേഷകർ കണ്ടെത്തിയ ഒരു എലമെന്റ് ആണ് ഈ 2004 കണ്ടെത്തിയ എലമെന്റ് ആണ് നിഹോണിയം. അതിനെക്കുറിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് അതിന് സിമ്പലൊക്കെ കൊടുത്ത് പീരിയോഡിക് ടേബിളിനകത്ത് ഉൾപ്പെടുത്തുന്നത് 2016. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള ഏക മൂലകമാണ് നിഹോണിയം. അതേപോലെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള ഒരു എലമെന്റ് ആണ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറഞ്ഞ 3 അലോട്രോപിക് ഫോംസുകൾ ഫോസ്ഫറസിനുണ്ട്. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്ന അർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് ഫോസ്ഫറസ്. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ എലമെന്റ് ആണ് പൊട്ടാസ്യം. കാലിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, കാലിയം. അതുകൊണ്ടാണ് പൊട്ടാസ്യത്തിന് കെ എന്ന സിമ്പൽ വന്നത്. നാട്രിയം എന്ന പേരുള്ള എലമെന്റ് ആണ് സോഡിയം. ഇങ്ങനെ ഒരുപാട് എലമെന്റുകളുണ്ട്. പ്ലംബം, ലെഡ്, ഹൈഡ്രാർജീറം, മെർക്കുറി. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ കുറെ എലമെന്റുകളുണ്ട്. ഫെറം, ഇരുമ്പ്. ഇനി പീരിയോഡിക് ടേബിളിന്റെ ഒരു പ്രത്യേകത, പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം വർദ്ധിച്ചു വരും. അത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് ഓരോ ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റം വലുതായി വരും. ലിഥിയത്തെക്കാൾ വലുതാണ് സോഡിയം, സോഡിയത്തെക്കാൾ വലുതാണ് പൊട്ടാസ്യം, പൊട്ടാസ്യത്തെക്കാൾ വലുതാണ് റുബീഡിയം. എന്തുകൊണ്ടാ? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട്. ലിഥിയത്തിന് 2 ഷെല്ല് മതി, ഹൈഡ്രജന് 1 ഷെല്ല് മതി. ലിഥിയത്തിന് 2 ഷെല്ല്, സോഡിയത്തിന് 3 ഷെല്ല്, പൊട്ടാസ്യത്തിന് 4 ഷെല്ല്. അത്ര ഇലക്ട്രോൺ കൂടുകയല്ലേ? അപ്പോ ഇലക്ട്രോണുകൾ പീരിയോഡിക്കലി അല്ല കൂടുന്നത്, ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോഴത്തേക്ക് ഷെല്ലുകൾ കൂടുതൽ വേണം. അപ്പോൾ ഹൈഡ്രജൻ 1 ഷെല്ല് മതി, രണ്ടാമത് ലിഥിയം, മൂന്നാമത് സോഡിയം, നാലാമത് പൊട്ടാസ്യം. അപ്പൊ ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ സ്വാഭാവികമായി വലിപ്പം കൂടും. അത്രേ ഉള്ളൂ. ഇനി ആറ്റത്തിന്റെ വലിപ്പം കൂടിയാൽ അയോണീകരണ ഊർജ്ജത്തിന് എന്ത് സംഭവിക്കും? അയോണീകരണ ഊർജ്ജം കുറയും. വലിപ്പം കൂടിയാൽ അയോണീകരണ ഊർജ്ജം കുറയും. അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എനർജി. ഒരു ആറ്റത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഞാൻ വരയ്ക്കുന്നത് സോഡിയം ആണ് കണ്ടോ. ഇവിടെ സോഡിയത്തിൽ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ട്. ആ 1 ഇലക്ട്രോണിനെ കളയാൻ എന്ത് വേണം? ന്യൂക്ലിയസ് ഇതിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്തിരിക്കുന്ന അട്രാക്ഷനെ വിച്ഛേദിച്ചു കൊണ്ടുവേണം അതിനെന്ത് ചെയ്യാൻ? പുറത്തേക്ക് ചാടാൻ, ഈ ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ. ആ ഇലക്ട്രോണിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പവും അയണൈസേഷൻ എനർജി തമ്മിലുള്ള ബന്ധം എന്താ? ആറ്റത്തിന്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എനർജി കുറയും. ഇനി പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോഴോ ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ വലിപ്പം കുറയും. ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയും. ഗ്രൂപ്പിൽ എന്ത് സംഭവിച്ചു? മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി. അപ്പൊ പീരീഡിലോ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയും. അതെന്തുകൊണ്ടാണ് കാരണം? അതായത് ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പം ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ നന്നായിട്ട് അട്രാക്ട് ചെയ്യും. അതാണ് കാരണം. ഇടത്തു നിന്ന് വലത്തോട്ട് വരുന്നു. ഇപ്പൊ നോക്കാം, ഉദാഹരണത്തിന് ബെർലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ഇത് രണ്ടാമത്തെ പീരീഡിലെ എലമെന്റുകളാണ്. ഇയാളെക്കാളും ഒരു പ്രോട്ടോൺ ഇയാൾക്ക് കൂടുതലാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പം ഈ ബെർലിയം ലിഥിയം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യും. ബോറോൺ ബെർലിയത്തെക്കാളും ലിഥിയത്തെക്കാളും നന്നായിട്ട് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. കാരണം ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്, ഇവന് 4 ആണ്, ഇവന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. രണ്ടാമത്തെ പീരീഡിലെ ഞാൻ പറയുകയാണ്. അങ്ങനെ ബോറോണിന്റെ പ്രത്യേകത, ബോറോണിൽ 5 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിന് അത്രയും ചാർജ് ഉണ്ട്.
അപ്പൊ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കും? വലിപ്പം കുറയും. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുകയാണ്. ക്ലിയർ ആയോ? കാര്യം മനസ്സിലായോ? ഓക്കെ, അതാണ് അതിനകത്ത് കാരണം. ഇനി ഓക്കെ, ഇലക്ട്രോണുകൾ, ചില ആറ്റങ്ങൾ, പീരിയോഡിക് ടേബിളിലെ ചില ആറ്റങ്ങളുടെ പ്രത്യേകത, അവർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഇപ്പൊ സോഡിയം 2, 8, 1, ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താലേ ഇതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചില ആറ്റങ്ങൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഈ സോഡിയം എന്ന് പറയുന്ന ആറ്റം ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറും. ഇത്തരം എലമെന്റുകളെ, ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാൻ സന്നദ്ധത കാണിക്കുന്ന എലമെന്റുകളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ് പറയുക. ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, മറ്റു ലോഹങ്ങളെല്ലാം തന്നെ പൊതുവെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അത് പഠിച്ചു വെച്ചിരിക്കണം. ലോഹങ്ങളെല്ലാം തന്നെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, മെറ്റൽസ് എല്ലാം. ഓക്കെ, എന്നാൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട്, ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ വേറൊരു എലമെന്റ് ഇലക്ട്രോൺ സ്വീകരിക്കണ്ടേ? അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, ഓക്സിജൻ, ഇവരെല്ലാം ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള എലമെന്റുകളാണ്. അത്തരം എലമെന്റുകളെ നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്നാണ് പറയുക. ഇനി പീരിയോഡിക് ടേബിളിലെ വേറൊരു സ്വഭാവം, നമ്മുടെ പീരിയോഡിക് ടേബിൾ പ്രധാനമായും മൂലകങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും ഉണ്ട്, ഉപലോഹങ്ങളും ഉണ്ട്. ജെർമേനിയം, സിലിക്കണൊക്കെ ഉപലോഹങ്ങളാണ്. പീരിയോഡിക് ടേബിളിന്റെ ഇടത് ഭാഗത്ത് ലോഹങ്ങളും വലത് ഭാഗത്ത് അലോഹങ്ങളുമാണ്. വലത് ഭാഗത്ത് അറ്റത്താണ് അലോഹങ്ങൾ കാണപ്പെടുക. ഈ മൂലകങ്ങളുടെ ഒരു ഗ്രൂപ്പ് എടുത്താൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹീയ സ്വഭാവം കൂടും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എല്ലാ ഗ്രൂപ്പിലും ലോഹീയ സ്വഭാവം കൂടും. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹീയ സ്വഭാവം കുറയും. അതും പഠിക്കണം. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ വലിപ്പം കൂടും. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണിക ഊർജം കുറയും. കണ്ടോ? ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിച്ചോണം. ഇനി ലോഹീയ സ്വഭാവം, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഗ്രൂപ്പിൽ ലോഹീയ മെറ്റാലിക് ക്യാരക്ടർ കൂടും. ഇതെല്ലാം പഠിക്കണം. ഓക്കെ, ഇനി പീരീഡിലാണെങ്കിലോ ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് പീരീഡിൽ. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഗ്രൂപ്പിൽ ലോഹീയ സ്വഭാവം കൂടുമെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയും. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ സാധാരണയായി എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? ഒരെണ്ണം. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ബെരിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ഇതെല്ലാം ഇലക്ട്രോ പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന എലമെന്റുകളാണ് ഒന്നാമത്തെ ഗ്രൂപ്പിലും രണ്ടാമത്തെ ഗ്രൂപ്പിലും ഉള്ളത്. ഒന്നാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എലമെന്റുകളെല്ലാം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ളവർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഒരു ആറ്റം ഇലക്ട്രോണിനെ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യാറുണ്ട്. ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് എന്നും വാങ്ങുകയാണെങ്കിൽ മൈനസ് എന്നും എഴുതും. ഇപ്പൊ സോഡിയം 1 ഇലക്ട്രോണിനെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് +1. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളും 1 ഇലക്ട്രോണിനെ കൊടുക്കും, അതുകൊണ്ട് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സീകരണ അവസ്ഥ +1 ആണ്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റുകളും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അതുകൊണ്ട് അവരുടെ ഓക്സീകരണ അവസ്ഥ +2 ആണ്. ഇനി 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ഇലക്ട്രോണിനെ കൊടുക്കാറോ വാങ്ങാറോ ഇല്ല, അതുകൊണ്ട് അവരുടെ ഓക്സീകരണാവസ്ഥ 0. ഇനി വേറൊരു പോയിന്റ്, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകൾ ആൽക്കലി ലോഹങ്ങൾ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, ഇതിന്റെ പേര് പഠിക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ബെരിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഈ 13ാമത്തെ ഗ്രൂപ്പ് പഠിക്കണം. 13ാമത്തെ ഗ്രൂപ്പിലെ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. 14ാമത്തെ ഗ്രൂപ്പിലെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. പിന്നെ ഫ്ലോറോവിയം എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഉണ്ട് കേട്ടോ. ഫ്ലോറോവിയം എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഉണ്ട് 14ാമത്തെ ഗ്രൂപ്പ്. 15ൽ നൈട്രജൻ ഫാമിലി, നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മിത്ത്. പിന്നെ ഒരു പുതിയ എലമെന്റ് ഉണ്ട് മോസ്കോവിയം. റഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് സൂചിപ്പിക്കുന്ന എലമെന്റ് ആണ് മോസ്കോവിയം. അപ്പോ നൈട്രജൻ ഫാമിലി ഇതൊന്ന് പഠിക്കണം കേട്ടോ, കാരണം നൈട്രജൻ ഇങ്ങനെ ചോദിക്കും BSc. അടുത്ത ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം. സെലീനിയം ചന്ദ്രനെ സൂചിപ്പിക്കുന്ന എലമെന്റ് ആണ് ചന്ദ്രൻ. സെലീനിയം. ടെല്ലൂറിയം ഭൂമിയെ സൂചിപ്പിക്കുന്ന എലമെന്റ് ആണ് ടെല്ലൂറിയം, ഭൂമി. പൊളോണിയം പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ സൂചിപ്പിക്കുന്ന എലമെന്റ് ആണ്. അടുത്തത് ലിവർമോറിയം പുതിയ എലമെന്റ് ആണ്. ഓക്സിജൻ. അപ്പോ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം, ഇതാണ് ആ ഒരു ഗ്രൂപ്പിലെ എലമെന്റുകൾ. ഇനി അടുത്തത് ഹാലജൻ കുടുംബം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൈൻ പുതിയ എലമെന്റ് ആണ്.
പുതുതായി കണ്ടെത്തിയ എലമെന്റ് ആണ് ടെന്നിസൈൻ. അലസവാതകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റോഡോൺ. അലസവാതകങ്ങൾ ഹാലജനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എലമെന്റ് ആണ്. അപ്പൊ പഠിക്കണം. അതിനകത്ത് ഒഗാനിസൺ എന്ന് പറഞ്ഞ പുതിയ എലമെന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോ ഇത്രയുമാണ് നിങ്ങൾക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി വരുന്നുണ്ട്. ഇനി ഓരോ ഗ്രൂപ്പിനെ കുറിച്ചും ഓരോ ഗ്രൂപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ചും നമുക്ക് ഇത് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. തൽക്കാലം ഞാൻ അവസാനം എല്ലാ എലമെന്റുകളുടെ പേര് ഓട്ടിച്ചു പോയത് ഇവരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളായി വരാൻ പോവുകയാണ്. നിങ്ങൾ 2026 ഒരു പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. എൻ്റെ പേഴ്സണൽ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. എല്ലാ ക്ലാസ്സുകളും, ഫോഴ്സിന്റെ പരീക്ഷകൾ അല്ലാത്ത എക്സാം, ഡിഗ്രി ലെവൽ എക്സാം വരെയുള്ള എല്ലാ എക്സാമുകൾക്ക് ക്ലാസ് നൽകുന്നുണ്ട്. ക്ലാസ് വേണം, വളരെ ചെറിയ ഫീസിൽ പഠിക്കണം. താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.